ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും കുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ വിളവെടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. വിഷു ആണല്ലോ, കുറെ ഐറ്റംസ് ഒക്കെ പറിക്കാനുണ്ട്. പക്ഷെ എന്തൊക്കെയാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. കോവക്ക, നിത്യവഴുതിന, ചീര, കാബേജി, പൊന്നാങ്കണ്ണി, അങ്ങനെ കുറെ ഐറ്റംസ്, പിന്നെ ചീരച്ചേമ്പ്, കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഞാനത് വിളവെടുക്കുന്ന കാണുമ്പോൾ കുറെ ആൾക്കാർക്ക് താല്പര്യം വരിക, മസാല എന്താ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുത്തിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ട് വിളവെടുക്കുക. വരി കാണാതെ കണ്ടില്ലേ എന്റെ കാബേജ്? ഞാനിങ്ങനെ കവറിൽ നട്ടതാ. മൂത്തിട്ടുണ്ട്. ഞാൻ മൊത്തമായിട്ട് ഇങ്ങനെ പറിക്കുന്നില്ല, ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. കാരണം അതിൽ ഇനിയും കൂടെ മുളച്ച് വന്നോളൂ. കത്തി മൂർച്ചല്ലേറ്റ് എന്റെ അടിപൊളി കാബേജ്. ഇതന്നെ ഉണ്ട് രണ്ടുപ്പേരിക്കിട്ടോ, നല്ല മരുന്നടിക്കാത്ത കാബേജ്. ഈ ചീര നോക്കി, ഇത് പടവച്ചിണ്ടായിട്ട്, എന്നാലും എന്തൊരു ഉഷാറായി ചട്ടിയിലുണ്ടായിട്ട്. ഇതിപ്പോ വിളവെടുത്താലേ പിന്നെ ശാഖകളൊക്കെ ഉണ്ടാവുള്ളൂ. അടിപൊളി ചീര. ഇനിയുണ്ട് പറിക്കാൻ, ഞാൻ പറിക്കട്ടെ. പൂച്ചട്ടിയിലപ്പ ഞാൻ ചീര നട്ടത്. ചീര വേഗം അങ്ങ് കഴിഞ്ഞു പോവല്ലോ. അപ്പൊ പിന്നെ രണ്ടാമത് പൂ നറുക്ക ചെടികളൊക്കെ നടാന്ന് വിചാരിച്ചു. ഇതിന്റെ ചീര നട്ടാലും ഉണ്ടാവുണ്ടോ കണ്ടോ? എനിക്ക് എന്റെ ചീര കൂട്ടുകാരെ, ഈ കോവക്ക വള്ളിയില്ലേ, ഇത് ആദ്യം തണലത്തേന്നുണ്ടായിരുന്നു. എന്നോട് ഞാൻ ചാക്ക് നട്ടതാണ്. ചാക്ക് പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് ഞാൻ വെയിലത്ത് മുറ്റത്ത് കൊണ്ടുപോയി വെച്ച്. അപ്പൊ നോക്കുമ്പോ വെയില് തട്ടിയിട്ട് ഓരോ ഇലനും ഇട്ട് ഓരോ പൂവും അതെല്ലാം കായായി വിരിഞ്ഞിട്ടുണ്ട്. നോക്കി ഇഷ്ടം പോലെ. ഞാൻ കോവക്ക വരയ്ക്കട്ടെ. നന്നായിട്ടുണ്ടായിട്ടുണ്ട്. നല്ല ടേസ്റ്റാ കോവക്ക. നമുക്ക് തോരൻ ഉണ്ടാക്കാം, പിന്നെ കോവക്ക പൊരിക്കുകയും ചെയ്യും. പറിച്ചു കൊടുത്തില്ല. പ്രശ്നം എന്താണ്, മൂത്തിട്ട് പറ്റാണ്ടാവുക. ഇവിടെ ബാക്കിലാണ് നല്ലോണം ഉണ്ടായത്. ഫസ്റ്റ് പറയാ, മുറ്റത്തേക്ക് വെച്ചതിന് ശേഷമുള്ള ഫസ്റ്റിലെ പറയാം. വിളവെടുക്കുന്നൊക്കെ ആയിട്ട് ഞാൻ പറിക്കരുന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പേരിക്കൊന്നും അല്ലുള്ളത്. വെയിലതിന് വേണ്ടത് കേട്ടോ, നല്ല വെയിൽ വേണം. നനയും. നിലത്ത് നട്ടില്ലെങ്കിൽ ചാക്കിലൊക്കെ മുറ്റത്ത് നട്ടാൽ മതി കേട്ടോ, എന്നാ തന്നെ ഉണ്ടാവുക. കുറച്ച് കുറച്ച് വരുന്നുണ്ട്. എന്താ നിത്യവഴുതിന നിറയെ ഉണ്ടായിട്ടുണ്ട്. കുറെ പേര് ഇതിനെ വിത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ വിത്താക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് മൂത്ത് പോയാൽ ഒന്നിനും പറ്റൂല. അതുകൊണ്ട് ഞാൻ ഇളമ്പ ഇങ്ങനെ പറിച്ചെടുക്കുക. ബാക്കിയുള്ള ഞാൻ മുക്കാക്കി വെക്കുക. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ തയ്യാണ്. എന്നിട്ട് പിന്നെ വിത്താക്കി തയ്യാക്കാൻ വിചാരിച്ചതാണ്. ഇവിടെ ഒക്കെ നിറയെ ഉണ്ട്. ഇതിന്റെ തോര നല്ല ടേസ്റ്റ്. കാണുന്നുണ്ടോന്ന് അറിയില്ല. അതിലൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. അതിന് പൂക്കളൊക്കെ. ഇത് ഞാൻ വേറൊരു പ്രത്യേകത കണ്ടത്, ഇത് അങ്ങനെ കേടുവില്ല. ഒക്കെ അതിമ തന്നെ വീഴും. മറ്റതൊക്കെ ഓരോ പുയ്ക്കേട് എന്തൊക്കെയോ ആയിട്ട് നമുക്ക് അങ്ങ് മടുപ്പ് വന്നു. അതിനൊന്നുമില്ല. മഴ വരുന്നുണ്ട്. വേഗം കേരളത്തിൽ വരും തോന്നുന്നു. പറയും നിർത്തേണ്ടി വരും. അവിടെയൊക്കെ ഉണ്ട്. ഫുള്ള് പറിക്കട്ടുണ്ട്. കാണിച്ചു തെരഞ്ഞ് പറിക്കുന്ന എന്താ അറിയാ, മൂത്ത തട നിന്നോട്ടെ. മൂപ്പ് കുറഞ്ഞത് നമുക്ക് തോരന് വേണ്ടി പറിച്ചെടുക്കാം.
അതൊക്കെ മൂപ്പ് കുറഞ്ഞതാ. കണ്ടില്ലേ, പറിച്ച് ഇത്ര കിട്ടി. നല്ലോണം ഉണ്ട് ഇതിൽ. ഇതാ ഇവിടെ ഒക്കെ ഇതാ, ഇതിലെല്ലാം ഉണ്ട്. ഭാഗം മൊത്തം വണ്ടി പോവാനുള്ള സൗകര്യം വേണം ഇതിന്. അതൊക്കെ ഇപ്പം പൂവാ ഇവിടെ ഇല്ലതാ. ഞാൻ കുറച്ച് ഇതൊക്കെ ഞാൻ വിത്തിന് വിൽക്കുക കേട്ടോ. അതിൻ്റെ കളറ് മാറിയേ കണ്ടോ. അതാ കണ്ടില്ലേ, ഇവിടെ ഇതാ കളറ് മാറി, ഇതാ കളറ് മാറി. ഒക്കെ വിത്തായിക്കോട്ടെ. കുറേ പേര് വിത്ത് ചോദിച്ചു. അപ്പം ഇത് ഇനി കുറച്ചും കൂടെ കോവക്ക വയ്ക്കാണ്ട്. മഴ ഒരു ഭാഗത്ത് മഴയും മഴ വരുന്നുണ്ട്. കോവക്കും കൂടെ നമുക്ക് പറിച്ചെടുക്കാട്ടെ. ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴാണ് കോവക്ക കാണുന്നത്, മുകളിലൂടെ നോക്കുമ്പോൾ നല്ല രസം അങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് തീറ്റനേക്കാൾ ഇഷ്ടം എന്താ അറിയോ, എല്ലാത്തിനും വിളവെടുപ്പൊക്കെ ഇങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതൊക്കെ എന്താ കോവക്ക നല്ല വരവിണ കോവക്ക, നല്ല കോവക്ക ഒക്കെ വെയിലിന്റെ ശക്തി കൊണ്ടായി ഇങ്ങനെ വരുന്നത്. വെയിലില്ലേ പോയിട്ടോ, ഇതുണ്ടാവൂല. നല്ലോണം കണ്ട ഇല വെക്കും, കായ്ക്കൂല, മൂടില്ല. ഞാനൊന്നും കൂടി വിളവെടുക്കാൻ ഇത് കാണിച്ചു തരാം. ഇല്ല എന്റെ പൊന്നാങ്കണ്ണി ഞാൻ ഉണ്ടാക്കിയത്. എനിക്കിത് വിളവെടുക്കാൻ തോന്നുന്നില്ല കേട്ടോ. ഉണ്ടായ ഭംഗി ഇങ്ങനെ നോക്കി കാണാൻ എനിക്കിഷ്ടം. പക്ഷെ പൊന്നാങ്കണ്ണി ഉണ്ടാക്കിയത് നമുക്ക് തോരൻ വെച്ചാലേ പറ്റുള്ളൂ. കാരണം അതിങ്ങനെ ഉണ്ടാക്കി കണ്ടിട്ട് കാര്യമില്ല. ഇത് ഭയങ്കര കണ്ണിന് കാഴ്ച വരുന്ന സംഭവം. ഇത് ഇതിന്റെ തോരൻ അങ്ങ് ഉണ്ടാക്കിയാലുണ്ടല്ലോ, ഞാനിത് വിളവെടുക്കുക. എന്താ സൂപ്പർ. സ്ഥലമില്ലാത്തവർക്കൊക്കെ പറ്റൂട്ടോ. അതാ ഞാനത് മൂക്കുമേൽ ഇങ്ങനെ തൂക്കി നിൽക്കതാ. കുറേ കുപ്പി ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് ഞാൻ എന്നും വന്ന് നോക്കുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം, ഒരു കൗതുകം. ഞാനത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ. ഇനി ഞാൻ ഇതിവിടെ നിൽക്കട്ടെ. ഞാൻ കപ്പൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നട്ടു. അതും കൂടി ഒന്ന് വിളവെടുത്താട്ടെ. ഇതന്നെ, ഇത് കപ്പൻ്റെ ഇടയിൽ കൂടെ നട്ടു. ഇതൊക്കെ വയലിൽ ഉണ്ടാവുന്നതാ, വരമ്പത്തി. അപ്പൊ ഇതിന്റെ ഗുണങ്ങളൊക്കെ ഇപ്പൊ യൂട്യൂബിലൂടെ വന്ന് നോക്കുമ്പോ ഇതിപ്പം ഭയങ്കര ട്രെൻഡിങ്ങിൽ ഓടുന്നതാ. ഇത് പിന്നെ ഓൺലൈനൊക്കെ ഓരോരുത്തർ വാങ്ങുന്നത്. ഇത് കഴിച്ചാല് പകൽ പോലും നക്ഷത്രത്തെ നമ്മൾ കാണുന്ന അത്രക്കും കണ്ണിന് പവറാ ഇത് കഴിച്ചാൽ. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ നട്ടിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ഞാൻ നട്ട് പിടിപ്പിച്ചതാ. പിടിപ്പിച്ചതിന് ശേഷം പിന്നീട് വിളവെടുക്കുന്നത് ഞാൻ വേറെ പാത്രത്തിൽ നടും. അതിന്റെ ഈ ബാക്കി ഭാഗം നടാ വേഗം ഉണ്ടാവും. അതൊക്കെ പടുത്തുണ്ടായതാ. ഇതാണ് എന്റെ പ്രിയപ്പെട്ടത്. ഇത് ഈ തൂക്കിയിട്ടത് കുപ്പിയിൽ ഇങ്ങനെ തൂക്കിയിട്ട്. പൂ വരുമ്പത്തിനേക്ക് പച്ചളിയാണ്. പൂവെന്നാ അതിന്റെ എല്ലാം പോയി. മൊത്തം വിളവെടുക്കണ്ടല്ലോ. ഫ്രിഡ്ജ് വെച്ചിട്ട് എന്താ കാര്യം, ഇവിടെ നിന്നോട്ടെ. വഴുതിന പറിക്കാം. നീളം വഴുതിന നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. ഇവിടെ ഉണ്ട്. വെറുതെ മൂപ്പിച്ച് കളഞ്ഞിട്ടാത്ത കാര്യം നല്ല ടേസ്റ്റ് ഉണ്ടാ. പലതും നട്ടിട്ട് നമുക്ക് ഉപ്പേരി വെക്കാൻ കുറെ ഉണ്ടായിട്ട് അപ്പൊ അത് പറിക്കാണ്ടായി പോകുന്നു. കണ്ടില്ലേ, ഇവിടെ ഉണ്ടോ, ഇത് ചുവന്നുപോയി. ഇവിടെ വേറെ വിത്തായി തൂങ്ങി ഇത് പാകണം. അപ്പൊ രണ്ടെണ്ണം ദിവന്ന് പറഞ്ഞു. ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് വിളവെടുത്ത നിങ്ങൾ കണ്ടില്ലേ. ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടാണല്ലോ വിളവെടുത്തത്. പൊന്നാങ്കണ്ണി ചീര, വെയില് കൊണ്ട ചുവപ്പും വെയില് കൊള്ളാത്ത പച്ചയും, പിന്നെ കാബേജ്, പച്ചച്ചീരൊക്കെ ആവശ്യത്തിന് വിളവെടുത്തുള്ളൂ. വഴുതിന, കോവക്ക, ഇതൊക്കെ എന്റെ വിഷു സ്പെഷ്യൽ പച്ചക്കറി വിളവെടുപ്പാണ്. നിത്യവഴുതിന. അപ്പൊ എന്റെ വിളവെടുപ്പ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടാല് എനിക്ക് ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.